പക്ഷെ ഞങ്ങളിന്ന് കുറച്ച് ഏർലി ആയിട്ട് തിരിച്ചെത്തി. സാധാരണ നമ്മളൊരു കറങ്ങാനായിട്ട് ഇങ്ങനെ മോളും ഞാനും കൂടി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 5:30 ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഞങ്ങളൊരു 3:30 ആയപ്പോഴെത്തി. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഐറ്റംസ് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ പുറത്തുനിന്ന് കഴിച്ചല്ലോ. ഇനി രാത്രി ഒരു ഡിന്നർ, അതാണ് പ്ലാൻ. അപ്പോൾ എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കാം. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്യണമോ, എന്താ വേണ്ടേ, ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കട്ടെ, എന്നിട്ട് പ്ലാൻ ചെയ്യാം. മിൻസ്ഡ് മീറ്റൊക്കെ ധാരാളമായിട്ടിരിക്കുന്നു. അപ്പോൾ മിൻസ്ഡ് മീറ്റ് കൊണ്ടൊരു എന്താ പറയുക, ഒരു തോരൻ പോലെ എന്തെങ്കിലും ചെയ്യാം, ഒരു ദാലുണ്ടാക്കാം, പിന്നെ എന്തെങ്കിലും ഒരു കറി, വെജിറ്റബിൾ. ഓക്കെ, പ്ലാൻ ചെയ്യാം. അപ്പോൾ മെനു ഡിസൈഡ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞല്ലോ അല്ലേ, ഏകദേശം ഒരു ധാരണയായി. ഇപ്പോൾ രസം ഉണ്ടാക്കാം, എളുപ്പമുള്ള കാര്യമാണ്. മത്തങ്ങ ആൻഡ് പയർ, ഒരു എരിശ്ശേരി, പിന്നെന്താ ഒരു ദാല് വേണമെങ്കിൽ അഡീഷണലായിട്ട്. ദാലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ലൂസായിട്ട് നമ്മുടെ പരിപ്പ് കറി പോലെയല്ല ചെയ്യുന്നത്, കട്ടിക്കുള്ള ദാലാണ്. അപ്പോൾ ഒരു സൈഡ് ഡിഷ് പോലെയാണ് അവർ കഴിക്കുന്നത്. മക്കൾ രണ്ടുപേരും മസൂർ ദാലല്ല ചെയ്യുന്നത്, ഓറഞ്ച് കളറിലെ ദാല്. എളുപ്പം ഉണ്ടാക്കാനായിട്ട്, സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. പിന്നെന്താ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൊത്തി ഇറച്ചി മീൻസ് ഇഷ്ടംപോലെ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തോരൻ. അങ്ങനെ നമ്മുടെ ഈസി രസം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്താ അറിയാമോ, നമ്മളിങ്ങനെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3, 4, 5, ഒരു 6 അല്ലി ചെറിയ ഉള്ളിയും 2 വലിയ അല്ലി വെളുത്തുള്ളി, 2 വറ്റൽമുളക്, ഒരു ടീസ്പൂണിനകത്ത് ഒരു അര ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ചതയ്ക്കണം. ആദ്യം ഒന്ന് ചതച്ചിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചേച്ച് വരാം. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി കേട്ടോ, നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടി. അപ്പോൾ ആ വറ്റൽമുളക് എല്ലാം അതുപോലെ തരിതരിയായിട്ട് അതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇതൊരു സൈഡിൽ വെച്ചിട്ട് ഒരു കാര്യം, ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി, വാളൻ പുളി, അതിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്നറിയാം, കുറച്ച് വെള്ളം. അപ്പോൾ എത്ര രസം വേണം, ഒരു 2 കപ്പ് വെള്ളം. അപ്പോൾ 2 കപ്പ് വെള്ളത്തിൻ്റെ അളവിനുള്ള രസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളം നോക്കൂ, പുളി വെള്ളമായി. അതിൻ്റെ ആ കുരുവെല്ലാം മാറ്റി. ഒരുപാട് പുളിയായാലും കൊള്ളില്ല, ലേശം പുളിയാകാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിവെള്ളവും റെഡി. അല്പം വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് താളിക്കാം. അപ്പോൾ ഇനി അഡീഷണലായിട്ട് 2 കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് മഞ്ഞൾപ്പൊടി, 3 കാര്യം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ ചേർക്കുന്ന കുറച്ച് കായപ്പൊടി. ഇത്തരം കാര്യങ്ങളും കൂടി നമുക്ക് ഇനി കൂടുതലായിട്ട് വേണ്ടി വരും. ബാക്കിയെല്ലാം ഓക്കെ. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. പൊട്ടിത്തുടങ്ങിയിട്ട് വറ്റൽമുളക്, ഇനി ഞാൻ ചതച്ച് വെച്ചിരിക്കും. ഓക്കെ, ചെറുപ്പം കൂടി ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് ചേർക്കാം. കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാകും. കുറച്ചല്ലേ ഉള്ളൂ, നമ്മളൊരു 2 കപ്പ് ചില്ലറേ വരുള്ളൂ നമ്മളുടെ രസം, ചെറിയ ക്വാണ്ടിറ്റി. ഇവിടെ പിന്നെ അത്ര മതിയല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ രസം കൂടുതൽ ഇഷ്ടം, പിന്നെ പാർവതിക്ക് ഇഷ്ടമാണ്, അശ്വിന് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഇഷ്ടമാണ്, അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇത് ടൊമാറ്റോ രസമല്ല കേട്ടോ, ഇത് നമ്മൾ പുളി രസമാണ് ഉണ്ടാക്കുന്നത്. പല ടൈപ്പ് രസമുണ്ടല്ലോ, നാരങ്ങ രസമുണ്ട്, പരിപ്പ് ചേർത്ത രസമുണ്ട്. ഇതിപ്പോൾ പുളി മാത്രം, പിന്നെ ടൊമാറ്റോ രസം അതൊന്നുമല്ല. ഇത് ഏറ്റവും സിമ്പിൾ, ഒന്നുമില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് എളുപ്പത്തിന്, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ടേസ്റ്റ് ഉണ്ട്, ഉണ്ടാക്കാനും എളുപ്പം. അപ്പോൾ നിങ്ങൾക്കത് കാണുകയും ചെയ്യാമല്ലോ. ഓക്കെ, പാകത്തിന് മൂത്തു, പച്ചച്ചുവയൊക്കെ മാറി ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ച പുളി വെള്ളം 2 കപ്സ്.
എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മുളക് ചേർക്കേണ്ടത്. കുരുമുളക് പൊടി ഇപ്പോൾ 2 കപ്പിനാണെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ മതി. പിന്നെ വറ്റൽമുളക് അധികം എരിവ് ഇഷ്ടമില്ലാത്തവർ ഒരെണ്ണം ചേർത്താലും മതിയാകും. പുളി ഒരുപാട് ഉള്ളവർക്കാണ് ഞാൻ ഈ ചെറിയൊരു നെല്ലിക്ക വലിപ്പം എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് പുളി ഇഷ്ടമല്ല, പക്ഷേ കുറച്ചുകൂടെ പുളി വേണമെങ്കിൽ ഇച്ചിരി ആകാം. അപ്പോൾ നന്നായിട്ടൊരു 5 മിനിറ്റ്സ് തിളച്ചാൽ മതി. സംഭവം റെഡി. രസം ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. ഇച്ചിരി കൂടെ ഉപ്പ് വേണം. നോക്കൂ, ഭയങ്കരമായിട്ട് തിളയ്ക്കുന്നു. ഓക്കെ, ഇനി ഒരല്പം കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. ഇത്ര 1/4 ടീസ്പൂൺ കായപ്പൊടിയുടെ മണം കൂടി വന്നപ്പോഴാണ് അതൊരു രസമായി മാറിയത്. ഒരു 5 മിനിറ്റോളമായി രസം ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെയാണ്, നമ്മൾ കായപ്പൊടിയും ചേർത്തല്ലോ. ഇനി ലാസ്റ്റ് എന്താണ്, മല്ലിയില. ഫിനിഷ്ഡ്. സംഭവം കഴിഞ്ഞു. നല്ല ടേസ്റ്റി ഈസി രസം റെഡി. ശരിക്കും പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്ത് സിമ്പിളാണല്ലേ. നമുക്ക് ഒരു 3 കറി ഉണ്ടാക്കാൻ എത്ര സമയം വേണം? വളരെ ചെറിയ സമയം മതിയല്ലോ. ഇവിടുത്തെ മിൻസ്ഡ് മീറ്റ് അതെങ്ങനെയാണ് വരുന്നത്, നല്ല ഭംഗിയായിട്ട്. ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, ഡയറക്റ്റായിട്ടാണ് നമ്മൾ പാത്രത്തിലേക്ക് ഇടേണ്ടത്. അപ്പോൾ ഈ മിൻസ്ഡ് മീറ്റ് അത് കൊത്തി ഇറച്ചിയാണ്, മാട്ടിറച്ചി. അപ്പോൾ നാടൻ രീതിയിൽ നമ്മുടെ ചോറിന് പറ്റിയൊരു തോരൻ. നാടൻ ഐറ്റം ആയതുകൊണ്ട് നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ ആകാം. വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ, 1.5-2 ടേബിൾ സ്പൂൺ വരെ ആകാം. എന്നിട്ട് അപ്പോൾ ഈ തോരന് വേണ്ട കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇത്രയും കാര്യങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു സവാള ചെറുതായി അരിഞ്ഞു, പിന്നെ പച്ചമുളക് ഒരു 5-6 പച്ചമുളകാകാം എരിവിനനുസരിച്ചിട്ട്. ഇവിടെ കുറച്ചേ മതി, അതുകൊണ്ട് ഞാൻ 3 എണ്ണം മാത്രമേ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇഞ്ചിയുടെ അളവ് കയറി നിൽക്കട്ടെ. പിന്നെ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് കുപ്പിയിൽ ഇവിടെ റെഡിമെയ്ഡ് വാങ്ങിയതുണ്ടായിരുന്നു. വെളുത്തുള്ളി അരിഞ്ഞത് ബോട്ടിൽഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നാട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ചതച്ചെടുക്കുക. ആ രീതിയിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇനി ഇതാദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, താളിക്കൽസ്. ആദ്യം കടുക്, നമ്മൾ യൂഷ്വൽ 1 ടീസ്പൂൺ കടുക്, പിന്നെ വറ്റൽമുളക്. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആസ് യൂഷ്വൽ വറ്റൽമുളക്, കറിവേപ്പില. സത്യം പറഞ്ഞാൽ കറിവേപ്പിലേക്ക് ഇപ്പോൾ ഭയങ്കര ദാരിദ്ര്യത്തിൽ ഇച്ചിരി ചേർക്കുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുന്നത്. എന്തൊരു മണ്ടത്തരമായി പോയെന്ന് അറിയാം. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറേ കറിവേപ്പില കൊണ്ടുവരാനുള്ളതായിരുന്നു ബോക്സിനകത്ത് വെച്ചിട്ട്, പക്ഷെ അത് ഞാൻ ആലോചിച്ചില്ല. തേങ്ങയ്ക്ക് അറിയാലോ, ആസ് യൂഷ്വൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ തേങ്ങാ ചിരകിയത് ഉപയോഗിക്കാം. കടുകെല്ലാം പൊട്ടി കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ കടുകിട്ടു, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഞാൻ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്, ഇഞ്ചി ധാരാളമായിട്ട് ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണോളം. പിന്നെ ഇനി പച്ചമുളക് ചേർത്ത് കഴിഞ്ഞു. ഇനിയുള്ളത് വെളുത്തുള്ളി. വെളുത്തുള്ളി, പച്ചമുളക് മുതലായ കാര്യങ്ങളൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആയിക്കോട്ടെ. കരിയല്ല, മൂത്ത് തുടങ്ങിയാൽ മതി. ഈ സ്റ്റേജിൽ സവാള, ഒരു സവാള, കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടാൽ നല്ലതാണ്. പിന്നെ ചെറിയ ഉള്ളിയെല്ലാം എടുക്കാനായിട്ട് നമ്മൾ അത്ര നേരം മെനക്കെടണ്ടേ, അത് വേണ്ടല്ലോ. ഇതാകുമ്പോൾ പെട്ടെന്ന് ഈസി കുക്കിംഗ് ആണ് നമ്മളുടെ അജണ്ട. അപ്പോൾ ഏതൊരു വീട്ടമ്മയ്ക്കും, ഒരു വർക്കിംഗ് ലേഡി ആണെങ്കിലും വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെനു ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചൂട് ക്രമീകരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ഞാൻ വെക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് മാത്രമേ ഉള്ളൂ ഒരു ചേഞ്ച്. ഉള്ളിയുടെ നിറം എല്ലാം മാറി തുടങ്ങണം. ഏതാണ്ടായി വരുന്നു. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ ഒരുപാട് ബ്രൗൺ ഒന്നും വേണ്ട കേട്ടോ,
ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. നമ്മളുടെ മിൻസ്ഡ് മീറ്റ് ചേർക്കുക. നാട്ടിലെ മിൻസ് പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ നാട്ടിൽ ചെയ്യുമ്പോൾ നാട്ടിലെ മിൻസ് വെച്ച് ചെയ്യാം. കൊത്തി ഇറച്ചി ഇത് അതിലും പെട്ടെന്ന് കുക്കാവുന്നൊരു സാധനമാണ്, പെട്ടെന്ന് വേവും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയല്ലോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി കാര്യങ്ങളായിട്ട് എന്തൊക്കെയാണ് ചേർക്കാൻ പോകണമെന്ന് നോക്കിക്കോളൂ. ഞാനിപ്പോൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം, 1/4 ടീസ്പൂൺ വരെ ആകാം മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി സാധാരണഗതിയിൽ 1 ടേബിൾ സ്പൂൺ വേണം. ഇവിടെ എനിക്ക് അത്ര ആവശ്യമില്ല, ഇവിടെ എരിവ് കുറച്ചല്ലേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് കുറച്ച് കുറയ്ക്കുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. പിന്നെന്താ വേണ്ടേ, ഗരം മസാലയുടെ പൊടി, അതൊരു 1/4 ടീസ്പൂൺ വരെ ആകാം. ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ ആയാലും മതി, നിങ്ങൾക്ക് എത്ര മസാല ടേസ്റ്റ് വേണം അതനുസരിച്ച്. ഒരു 1/2 ടീസ്പൂൺ മതിയാകും. ഇത്രയും കാര്യങ്ങൾ ചേർത്തല്ലോ. അപ്പോൾ പച്ചമുളക് 5, 6, 7 എരിവിനനുസരിച്ചിട്ട് അരിഞ്ഞ് ചേർക്കണം ആദ്യമേ തന്നെ. ഞാനിപ്പോൾ അതെല്ലാം എൻ്റെ അളവിൽ ഇപ്പോൾ കുറച്ചാണ് ചേർക്കുന്നത്. ഞാൻ നിങ്ങളുടെ അളവാണ് ഇടയ്ക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ കാര്യങ്ങളും ഇതൊന്ന് മൂക്കണം. ആ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, എല്ലാ കാര്യങ്ങളും എന്നാണ് തോന്നുന്നത്. ഗരം മസാലയും ചേർക്കും. ഇതൊരു ഇറച്ചിത്തോരനല്ലേ, അപ്പോൾ ഒരു ഗരം മസാലയുടെയൊക്കെ മണം വേണ്ടേ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന ഒരു സ്റ്റേജ് എത്തി. ഇനി ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അടച്ചു വയ്ക്കുന്നു, ഇച്ചിരി വേകാനായിട്ട്. വേഗം പെട്ടെന്ന് തന്നെ, എങ്കിലും ഇപ്പോൾ ചൂടുവെള്ളം 1/2 കപ്പ് വെള്ളം ഒഴിക്കും. 1/2 മുതൽ 1/4 കപ്പ് വരെ ആകാം വേകാൻ ആവശ്യമുള്ള വെള്ളം. കാര്യം ഇവിടുത്തെ ഈ മിൻസ്ഡ് മീറ്റ് എന്നൊക്കെ പറയുന്നതിന് അങ്ങനെ വെള്ളമൊന്നും ഇറങ്ങി വരില്ല കേട്ടോ, അതൊരു പ്രത്യേകതയാണ്. അങ്ങനെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല. നാട്ടിലെ മിൻസ്ഡ് മീറ്റ് ആണെങ്കിൽ അങ്ങോട്ട് അടുപ്പിലിടുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. വെള്ളം എക്സ്ട്രാ നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിന് ഇച്ചിരി വെള്ളം വേണം, നമ്മൾ ഒഴിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം. പിന്നെ ഈ ഉപ്പ് ചേർത്തില്ല, ഉപ്പും കൂടി ചേർത്തോട്ടെ. കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. നിങ്ങൾക്ക് തോന്നും ഞാൻ ഒരുപാട് ഉപ്പ് വാരി ഇടുന്നു, ഒട്ടുമല്ല കേട്ടോ. ഇവിടുത്തെ ഉപ്പ് കുറച്ച് കുറവാണ്, കുറച്ച് കൂടുതലിട്ടാലേ കാണുള്ളൂ. എന്താണ് കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയാണ്. ഓക്കെ, ഇനി ഈ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അത്രയും വറ്റുമ്പോഴേക്കും ഇറച്ചി പാകത്തിന് വെന്തിട്ടുണ്ടാകും. ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിനെയും കൂടി ഇട്ട് വയ്ക്കാം. 1/2 കപ്പ്, ഏതാണ്ട് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. എല്ലാം കൂടി വേകട്ടെ ഒന്നിച്ചാണ്. പാത്രം ഒന്ന് അടയ്ക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവിടുത്തെ മിൻസ് വേകാനായിട്ട്. കൊത്തി ഇറച്ചി ഇവിടെ അത്ര ഫാസ്റ്റായിട്ടാണ് വേകുന്നത്. ഓക്കെ, ഇളക്കിയെടുത്താൽ മതി. കണ്ടല്ലോ, ആവശ്യത്തിന് തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ. ഏതാണ്ട് 1/2 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തു. അപ്പോൾ നമ്മുടെ നാട്ടിലെ തേങ്ങ ചിരകി ഇട്ടതുപോലെ തന്നെ ഉണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റിലും ഉണ്ടാവില്ല, കാണാനും ഉണ്ടാവില്ല. കണ്ടില്ലേ, സംഗതി റെഡി. നല്ലൊരു ഇറച്ചിത്തോരൻ, കൊത്തി ഇറച്ചിയുടെ മാട്ടിറച്ചിത്തോരൻ ഇവിടെ റെഡി. ഇനി മാട്ടിറച്ചി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആട്ടിറച്ചിയിലും ഇതുപോലെ ചെയ്യാം. പിന്നെ ചിക്കൻ മിൻസിൽ വേണമെങ്കിൽ ചെയ്യാം. ചിക്കൻ കൊത്തിയെടുത്തിട്ട് ഇതുപോലെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലും വേണമെങ്കിലും എനിക്ക് ചേർക്കാമല്ലോ. ഓക്കെ, കാണുന്നുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ മെനുയുടെ പ്രധാനപ്പെട്ടൊരു തോരൻ. സാധാരണ എല്ലാം നമുക്ക് മലയാളികൾക്കെല്ലാം ഇഷ്ടമുള്ളൊരു കാര്യമാണ് തോരൻ, ശരിയല്ലേ? അപ്പോൾ തോരൻ ഏത് ഫോമിലാണെങ്കിലും ഇഷ്ടമാണ്. പച്ചക്കറികൾ കൊണ്ടാകാം, ഇപ്പോഴേ ഇറച്ചി കൊണ്ടാകാം, മീൻ കൊണ്ടാകാം. അപ്പോൾ ഇന്ന് നമുക്ക് വെജിറ്റബിൾ കറി, ഒഴിച്ചു കറി, അങ്ങനത്തെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു നോൺ വെജ് ഐറ്റമായിട്ട് ഇന്ന് ഇതാണ് ഞാൻ പ്ലാൻ ചെയ്ത് ശരിയാക്കിയിരിക്കുന്നത്. കണ്ടല്ലോ, സോ ഫാസ്റ്റ്.
സത്യം പറഞ്ഞാൽ നാട്ടിലേക്കാട്ടിലും ഫാസ്റ്റായിട്ട് ഇവിടെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വളരെ വളരെ ഫാസ്റ്റായിട്ട്. വെരി ടേസ്റ്റി, നല്ല ടേസ്റ്റുള്ളൊരു തോരൻ റെഡി. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, നമ്മുടെ ചേർത്ത്. നിങ്ങൾ കണ്ടില്ലല്ലോ ഞാൻ ടേസ്റ്റ് നോക്കുന്നല്ലേ, ഞാൻ ഉപ്പ് നോക്കി കഴിഞ്ഞു, എനിക്ക് മനസ്സിലായി. നല്ല കൊഞ്ച് തോരൻ പോലൊക്കെ ഇരിക്കുന്നു സത്യം പറഞ്ഞാൽ. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം, ഏറ്റവും ഇതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി മല്ലിയിലയും കൂടി ഇടാം കേട്ടോ, എന്നാലേ ഒരു കാണാനൊരു ലുക്കുള്ളൂ. കണ്ടില്ലേ ഇപ്പോൾ ഒരു ഗ്രീനും കൂടി വന്നപ്പോൾ എന്താ ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇങ്ങനൊരു ഇറച്ചിത്തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടി ഞാൻ പറഞ്ഞുതരാം. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയ അമ്മമാർക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ടിഫിൻ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിക്കകത്ത് വെച്ച് റോൾ ചെയ്ത് കൊടുത്തു വിടാം. പിന്നെ ബ്രെഡിനകത്ത് വെച്ച് സാൻഡ്വിച്ച് ആക്കി കൊടുക്കാം, ബ്രെഡ് ടോസ്റ്റഡ് സാൻഡ്വിച്ച്, അല്ലെങ്കിൽ അതല്ലാണ്ട് ഉള്ള സാൻഡ്വിച്ച് എന്താണെങ്കിലും ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ ടേസ്റ്റുള്ളൊരു തോരനാണ്. വെരി നൈസ്, വെറുതെ പറയുന്നല്ല കേട്ടോ, നല്ലതാണ്. വെരി നൈസ്, ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, അപ്പോൾ ഈ മെനുവും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ഇന്നത്തെ മെനു ഞാൻ എങ്ങനെയാണ് ഒരു ചോറിൻ്റെ കറികളും നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. സിമ്പിൾ കാര്യങ്ങൾ എങ്ങനെയാണ് ദിവസവും ചോറിന് എന്തൊക്കെ സിമ്പിൾ കറികൾ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താ അറിയാം, മത്തങ്ങ എരിശ്ശേരി. അപ്പോൾ മത്തങ്ങ എരിശ്ശേരി എന്ന് പറയുമ്പോൾ മത്തങ്ങ ഇവിടെ മത്തങ്ങയ്ക്ക് ഒരു സിമിലറായിട്ടൊരു കാര്യം കിട്ടും വാങ്ങാനായിട്ട്, അത് വെച്ചിട്ടാണ്. അപ്പോൾ മത്തങ്ങയുടെ സെയിം ഫാമിലിയാണ്. അതിൻ്റെ കൂടെ വൻപയറിന് പകരം വൻപയർ ഇവിടെ ഇല്ല. ഇപ്പോൾ ഇവിടെ ടിൻ്റെ പയറിരിക്കുന്ന മൾട്ടി മിക്സ്ഡ് പയറാണ് വേവിച്ചത് ടിന്നിൽ, അതും ചേർത്താണ് ചെയ്യുന്നത്. പിന്നെന്താ, അപ്പോൾ അതിൻ്റെ അരപ്പ് ഇത് ഫ്രഷ് തേങ്ങ തന്നെയാണ്. തേങ്ങ ഉണ്ടായിരുന്നു, ഫ്രോസൺ തേങ്ങ ചിരകിയത് 1 കപ്പ്, 2 വെളുത്തുള്ളി, 1 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം. ഇതൊന്ന് ചതച്ച തോരനെ കാട്ടി കുറച്ചുകൂടി ആ ഒരു പാകത്തിന് ഞാൻ അരച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ മത്തങ്ങയുടെ പകരക്കാരൻ, ബട്ടർനട്ട്സ് സ്ക്വാഷ് എന്ന് പറയും. ബട്ടർനട്ട് സ്ക്വാഷ് ഇത് മത്തങ്ങയുടെ ഫാമിലി തന്നെ കേട്ടോ. ഇത് പക്ഷേ ഇതിൻ്റെ തോട് കുറച്ച് കട്ടി കൂടുതലാണ്, നമുക്ക് തൊലി കളയാനായിട്ട് ഇച്ചിരി കൂടെ സമയമെടുക്കും, ഇച്ചിരി കൂടെ ബലം വേണം. പക്ഷേ ഇത് മത്തങ്ങയുടെ അതേ ടേസ്റ്റും ടെക്സ്ചറുമാണ്. ഇതിൻ്റെ തന്നെ ഫ്രോസണും കിട്ടും, ടിന്നിലുള്ളത് കിട്ടും, കുക്ക്ഡായിട്ടുള്ളത് കിട്ടും, അങ്ങനെയെല്ലാം കിട്ടും. പക്ഷേ ഇതിപ്പോൾ ഫ്രഷാണ് ബട്ടർനട്ട് സ്ക്വാഷ്. അപ്പോൾ ഇതിവിടെ ഒരുപാട് കിട്ടുന്നതാണ്, നാട്ടിൽ നമ്മൾ മത്തങ്ങ ചെയ്യുന്ന പോലെ. അപ്പോൾ നമ്മുടെ എരിശ്ശേരിക്ക് വേണ്ട അരപ്പ് ഞാനിവിടെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ മിക്സി കഴുകി ഇച്ചിരി വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ബട്ടർനട്ട് സ്ക്വാഷ് കട്ട് ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി. അതിനകത്ത് അരിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഇത്ര തന്നെ ഒരു ഫുൾ ബൗൾ കിട്ടി. ഇതുപോലത്തെ ഒരു ബൗൾ ഫുൾ നിറച്ച്. അപ്പോൾ ഈ പാത്രത്തിൽ അതത്ര ഇട്ടിട്ട് അത് വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വേഗട്ടെ. ഞാനിപ്പോൾ 2 ഓപ്ഷനിൽ നിൽക്കുകയാണ്. ഇത് നോക്കൂ, വൈറ്റ് ബീൻ, കെനലിനി ബീൻസ് ഉണ്ട്, ഇതെല്ലാം വേവിച്ചാണ്. അല്ലെങ്കിൽ ഇങ്ങനെ 3 ബീൻ സാലഡ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ 3 ടൈപ്പ് ഓഫ് ബീൻസ് വരും പയർ. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് പയർ വരുന്നതിടാം ഇതിനകത്ത്. അതായത് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അവിടെ കിട്ടുന്ന ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതും കൂടി നോക്കണമല്ലോ. നാട്ടിലാണെങ്കിൽ നമ്മൾ വൻപയർ വേവിച്ചത് ഉപയോഗിച്ചാൽ മതി. ഇവിടെ സാധാരണയായിട്ട് ഈ പയർ ഈ 3 ബീൻ സാലഡ്സിലൊക്കെ യൂസ് ചെയ്യാനാണ് പതിവ്. പക്ഷേ ഇങ്ങനത്തെ ഉപയോഗത്തിനും കൊള്ളാം. നമുക്ക് മത്തങ്ങ എരിശ്ശേരി വയ്ക്കാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? പയറിന് തുല്യം തന്നെയല്ലേ, എല്ലാ ടൈപ്പ് പയറും നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ട് പയർ ചേർക്കാം. പയർ എന്തായാലും വെന്തിരിക്കുന്നതല്ലേ, അപ്പോൾ ഇത് ഒരുവിധം വേകട്ടെ. ഓൾമോസ്റ്റ് കുക്കായിട്ട് ഇച്ചിരി ഉപ്പും ചേർത്തിട്ട് പയറും കൂടി ചേർക്കാം. ഇതും പെട്ടെന്നാകും, അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയല്ലേ.
മത്തങ്ങ വേകുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി സമയം കൂടുതലെടുക്കുന്നുണ്ട് ഈ സ്ക്വാഷ്, ബട്ടർനട്ട് സ്ക്വാഷ്. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാത്തൊരു കാര്യം ഇവിടെ ഉണ്ട്. ഞാനത് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അതായത് നോക്കിക്കോളൂ, ഇത് നമ്മുടെ കല്ലുമ്മക്ക വെച്ചിട്ടൊരു തോരൻ വയ്ക്കായിരുന്നു. ഇവിടെ കല്ലുമ്മക്കായൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് വേവിച്ചത് ഫ്രോസൺ കിട്ടും. അപ്പോൾ ആ ഫ്രോസൺ വാങ്ങിയിട്ട് നമ്മൾ കോസ്റ്റയിൽ പോയപ്പോൾ ഫ്രോസൺ മേടിച്ചിട്ടൊന്ന്. പാർവതിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കല്ലുമ്മക്ക, കക്ക ഇറച്ചി, കല്ലുമ്മക്ക മുതലായ കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീ ഫുഡ്, കൊഞ്ച്. അപ്പോൾ ഞാനത് തോരൻ പോലെ വെച്ചു, നമ്മുടെ കൊഞ്ച് തോരനൊക്കെ വെക്കുന്ന പോലെ. പക്ഷെ അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ, സോറി. അപ്പോൾ അതുണ്ട്, പക്ഷെ അത് ഇന്ന് തന്നെ കഴിക്കണമെന്നില്ല. അതിങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് കുറച്ചെടുത്തിട്ട് കുറച്ച് ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് അത്യാവശ്യത്തിനുള്ളത് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കി ഫ്രീസറിൽ വയ്ക്കും. ഇതിപ്പം അശ്വിൻ കഴിക്കില്ല, പാർവതി മാത്രമേ കഴിക്കുള്ളൂ. അശ്വിൻ വെജിറ്റേറിയൻ ആണല്ലോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, മോൾക്ക്. കല്ലുമ്മക്ക തോരൻ. അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ വേറെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. ചിലതൊക്കെ നേരത്തെ ഉണ്ടാക്കി ഇങ്ങനെ ഞാൻ പോകുന്നതിന് മുമ്പ് കുറേ സാധനങ്ങൾ ഫ്രീസറിലാക്കിയിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവൾക്ക് ഇഷ്ടമുള്ളത്, അശ്വിന് ഇഷ്ടമുള്ളതൊക്കെ കുറേ ഉണ്ടാക്കിയിട്ട് കുറേയൊക്കെ ഫ്രീസ് ചെയ്തിട്ട് പോകും. അപ്പോൾ അവർക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ കുക്കിങ്ങിനെ സമയം കിട്ടുമ്പോൾ ഒക്കെ ഓരോരോ കാര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല, പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പയർ ചേർത്തു, അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തു. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കും. അപ്പോൾ ഉപ്പ് ചേർത്തു. നമ്മുടെ പയറൊരു, ഞാൻ ടിന്നിൻ്റെ പകുതിയാണ് ചേർത്തത്, എനിക്കൊരു ഇച്ചിരി കൂടെ ആകാമെന്ന് തോന്നുന്നു. പയറ, നമ്മുടെ മത്തൻ, ബട്ടർനട്ട് സ്ക്വാഷ്, പിന്നെന്താ അരച്ച് വെച്ചിരുന്ന അരപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്, എല്ലാ കാര്യങ്ങളും ചേർത്തു. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് വേകട്ടെ. അപ്പോൾ ഈ മത്തങ്ങയുടെ പീസൊക്കെ കുറച്ചൊക്കെ ഉടഞ്ഞ് കുറച്ചൊക്കെ കഷ്ണമായിട്ട് ഇങ്ങനെ കാണുന്ന രീതിയിൽ അങ്ങനെ വേണം വരാൻ. വെള്ളം ഇച്ചിരൂടെ വറ്റണം, അപ്പോൾ കറക്റ്റായിരിക്കും. ഞാൻ എന്തായാലും ഫുൾ ടിന്നും അതിനകത്തേക്ക് തന്നെ ഇട്ടു. ഓക്കെ, ഇനി പയർ അത്ര ആയാലും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അത് കാരണം ഫുള്ളായിട്ടു ഒരു ഹോൾ ടിൻ. നോക്കൂ ഇപ്പോൾ എന്തായി. ഇപ്പോൾ ഏതാണ്ടൊക്കെ വെള്ളമൊക്കെ ഏകദേശം വറ്റി, പീസസ് എല്ലാം പാകത്തിന് വെന്ത്, ചില പീസസ് എല്ലാം ഉടഞ്ഞ്, ചില പീസസ് എല്ലാം ഇങ്ങനെ കഷ്ണമായിട്ടിരിക്കുന്നു. മതിയല്ലോ. ഇനി എന്താ വേണ്ടത്? ഇനി ഒന്നുമില്ല. ഇനി നമ്മൾ കുറച്ച് കടുക് താളിക്കണം. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ വറുത്തിടണം. അപ്പോൾ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും വറുത്തിടാൻ. അത് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് മാറ്റിയിട്ട് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ആയിക്കോട്ടെ കാര്യങ്ങൾ. ഒരു ടീസ്പൂൺ കടുകിട. ഓക്കെ, വറ്റൽമുളക് കുറച്ചുകൂടെ കൂടുതലാണ്, 2-3 ഇടാം. തീ കുറയ്ക്കാം, നല്ല ചൂടായിരിക്കും. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഉണങ്ങിയ തേങ്ങാപ്പൊടിയല്ലേ, അതിപ്പോൾ നല്ല ചൂടായിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ തേങ്ങ ഇട്ട ഉടനെ തന്നെ മൂത്തു. നോക്കൂ, ക്ലീൻ ചെയ്യും. തേങ്ങ വറുത്ത കടുകിനോടൊപ്പം അതെല്ലാം കൂടി ചേർന്നപ്പോൾ ഇതും കൂടി ആയാലേ എരിശ്ശേരിക്ക് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഒരൊറ്റ കുറവേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, കറിവേപ്പിലയുടെ കുറവ്. എനിക്ക് കറിവേപ്പിലയായിട്ടുള്ള ഭയങ്കര ബന്ധമല്ലേ, അതില്ലാത്ത കൊണ്ടൊരു വിഷമം. സാരമില്ല, പക്ഷെ ടേസ്റ്റൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നീറ്റ്. അങ്ങനെ എളുപ്പത്തിൽ മത്തങ്ങ ഇല്ലാതെ തന്നെ മത്തങ്ങ എരിശ്ശേരിയും വൻപയറില്ലാതെ തന്നെ ബാക്കി പയറുകളെല്ലാം വെച്ച് നമ്മളൊരു എരിശ്ശേരി റെഡിയാക്കി. അപ്പോൾ നാട്ടിലാണെങ്കിൽ മത്തങ്ങയുണ്ട്, വൻപയറുണ്ട്, അത് വെച്ച് ചെയ്യാം. അപ്പം അല്ലാണ്ട് നാട് വിട്ടു നിൽക്കുന്ന പ്രവാസികൾക്ക് ഇങ്ങനെയും ചെയ്യാം.
ഇത് സത്യം പറഞ്ഞ പാർവതിക്കും അശ്വിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് മത്തങ്ങ പയർ എരിശ്ശേരി. നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ വീട്ടിൽ ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മുടെ ഡെയിലി മെനുവിലുള്ള കാര്യമാണ്. തോരൻ, അവിയൽ, എരിശ്ശേരി, തീയൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിയല്ലേ. അപ്പം ഇത് ഒരു ദിവസം, ഒരാഴ്ചയിൽ ഒരു ദിവസം എന്തായാലും മത്തങ്ങ എരിശ്ശേരി പയറിട്ടുണ്ടാക്കണം. പ്രത്യേകിച്ച് ആ തേങ്ങ വറുത്തിടുന്ന മറക്കുകയും ചെയ്തത്, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ടേസ്റ്റ് കൂടുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി കേട്ടോ. രസം, മത്തങ്ങ എരിശ്ശേരി, പിന്നെന്താ 3 കാര്യങ്ങൾ, നമ്മളുടെ ഇറച്ചി, കുത്തിയിറച്ചി തോരൻ. പിന്നെ നിങ്ങൾ കാണാതെ ഞാൻ ഒരു കാര്യം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, കല്ലുമേക്കാ തോരൻ. അത് ഇന്നത്തേക്കല്ല, പിന്നെ എടുക്കും. അപ്പോൾ ഇന്നത്തെ ഐറ്റംസൊക്കെ ഇഷ്ടമായല്ലോ അല്ലേ? എളുപ്പത്തിലുണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? ഇറച്ചി തോരനാണെങ്കിലും പിന്നെന്താ രസമാണെങ്കിലും, ഇത് വേറെ ടൈപ്പ് ഓഫ് രസമാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന മറ്റൊരു രസം, നമുക്ക് ഡെയിലി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തക്കാളി രസമല്ല, പുളി രസം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മത്തങ്ങ എരിശ്ശേരി ഗംഭീരമാണ് കേട്ടോ. അപ്പം നമ്മൾ എവിടെയാണെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ വെച്ചുണ്ടാക്കുക. ഇപ്പം മത്തങ്ങേനെ കിട്ടണം എന്നില്ലല്ലോ, മത്തങ്ങയുടെ ഫാമിലിയിലുള്ള ഒരാളെ വെച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ മത്തങ്ങ എരിശ്ശേരി. അപ്പോൾ ഒരു അങ്ങനത്തെ ഒരു വെജിറ്റബിൾ വെച്ചിട്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ പയർ, നമ്മുടെ പെരുമ്പയർ വേവിച്ചില്ലെങ്കിൽ എന്താ മൾട്ടി പയർ വെച്ചിട്ടില്ലേ, ഇതൊക്കെ ഇന്ത്യയിൽ കിട്ടുന്നുണ്ടല്ലോ. അപ്പം നാട്ടിലില്ലെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ഇതുപോലെ ചെയ്യാം. പിന്നെ നാട്ടിലാണെങ്കിലും നമ്മൾ അതിൻ്റെ ആ രീതിയിൽ തന്നെ മത്തങ്ങയും കിട്ടും, പെരുമ്പയർ വേവിച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല, ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ആയിരുന്നു. ബട്ടർനട്ട് സ്ക്വാഷും നമ്മുടെ 3 ടൈപ്സ് ഓഫ് മൾട്ടി പയറെല്ലാം കൂടി ചേർന്നിട്ട് വെരി നൈസ്, നല്ല കോമ്പിനേഷൻ ആണ്. എന്തായാലും അവർക്കൊക്കെ ഇഷ്ടം, എനിക്കിഷ്ടമായി. എന്തായാലും നല്ല രസമുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും വളരെ സന്തോഷം. ഞാനിവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ഞാനിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസങ്ങളും ഓരോ വ്യത്യസ്തമായ രീതിയിൽ കടന്നു പോകുന്നു. മാഞ്ചസ്റ്റർ ഡേയ്സ് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ എന്താ വെച്ചാൽ എപ്പോഴും കാണാൻ പറ്റാത്ത ആൾക്കാരാണ് ഇവർ. വർഷത്തിൽ 2 പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വരുന്നു, അവർ 2 പ്രാവശ്യം അങ്ങോട്ട് വരുന്നു. അപ്പോൾ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷവും മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഉള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ ആയുഷ്മാനും കൂടി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷമാണ്. എന്തായാലും ഈ ദിവസങ്ങളെല്ലാം എനിക്ക് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ സാധിക്കുന്നതിലും വലിയ സന്തോഷമുണ്ട്. ഞാൻ ആ രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്താണ് ഷൂട്ട് ചെയ്യുന്നത്, പറ്റുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം അത് എൻജോയ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും തരുന്ന സപ്പോർട്ടിനൊക്കെ വളരെ വളരെ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്.